Hi friends, assalamu alaikum. Welcome back to Mirzas World. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി 4 സൈഡ് ബോട്ടിലായിട്ടാണ് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു റെക്ടാങ്കിൾ ഷേപ്പിലായിട്ടുള്ള ഒരു ബോട്ടിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിലേക്ക് വൈറ്റ് ബേസ് കോട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ നോർമൽ വാൾ പെയിൻ്റ് ആണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ ബോട്ടിലിന് ബേസ് കോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ അതിലേക്ക് പെയിൻറ്റിങ്സ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഈവനിങ് വൈബ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 4 കളറിൽ നമുക്ക് ഈവനിങ് വൈബ്സ് എങ്ങനെ ചെയ്തെടുക്കാം പെയിൻറ്റിങ് എന്നുള്ളതാണ് ഞാൻ ഈ ഒരു ബോട്ടിൽ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു പോർഷനിലായിട്ട് ബ്ലൂ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡാർക്ക് ബ്ലൂ മുതൽ ലൈറ്റ് ബ്ലൂ വരെയുള്ള എല്ലാ ഷെയ്ഡ്സും എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ മുകളിൽ നിന്നും ഡാർക്ക് കളർ വെച്ചിട്ട് അടിയിലേക്ക് എത്തുന്തോറും അത് ലൈറ്റ് കളറായിട്ട് വരുന്ന രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ബേസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഗ്രീനാണ്. ഗ്രീനും നമ്മൾ ഡാർക്കിൽ നിന്നും ലൈറ്റ് ഷെയ്ഡിലേക്ക് വരുന്ന രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ തേർഡ് പോർഷനിൽ നമ്മൾ റെഡാണ് ചെയ്തെടുത്തിട്ടുള്ളത്. റെഡും ഓറഞ്ചും ആണ്. ഓറഞ്ചിൻ്റെ ലൈറ്റ് ഷെയ്ഡും ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നെക്സ്റ്റ് പോർഷനിലായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് പിങ്കാണ്. പിങ്കിലേക്ക് പർപ്പിളും ക്രീം കളർ, അതായത് പീച്ച് കളറാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഒരുപാട് സമയം നമ്മൾ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് നല്ല കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിട്ടും നമുക്ക്. അതിനുശേഷം നമ്മൾ എല്ലാ ബേസ് കോട്ട് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചന്ദ്രനാണ് വരച്ചു കൊടുക്കുന്നത്. എല്ലാ പോർഷൻസിലും നമ്മൾ ഓരോ വലുപ്പത്തിലുള്ള ചന്ദ്രനെയാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. അത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ ബാക്കി പോർഷൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കളർ ചെയ്തിട്ടുള്ള ആ ഒരു കളറിങ് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ റെഡിലാണ് ആദ്യം പെയിൻറ്റിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ദൂരെ നിന്നും കാണുന്ന രീതിയിലുള്ള ഒരു മലയാണ് ആദ്യം ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ആ ഒരു ചന്ദ്രൻ്റെ നേല് നമ്മൾ ആ ഒരു വെള്ളത്തിൽ കാണുന്ന രീതിയിലാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ 3 തെങ്ങും പുല്ലും കിളികളും ഒക്കെയാണ് പിന്നെ ഈ ഒരു സീനറിയിൽ നമ്മൾ വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ സീനറി വരക്കുന്ന സമയത്ത് നമ്മൾ ബ്ലാക്ക് കളർ വെച്ചിട്ടാണ് സീനറിയിലുള്ള ഡീറ്റെയിലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഈവനിങ് വൈബാണ് വരച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് മോർണിംഗ് വൈബും അതായത് ആ ഒരു നൈറ്റ് വൈബും ഒക്കെ നമുക്ക് വരച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു സീനറി കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആ ഒരു സൈഡിൽ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു പോർഷൻ ഉണങ്ങിയതിന് ശേഷം മാത്രമായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ അത് ചെരിച്ച് പിടിച്ച് ചെയ്യുന്ന സമയത്ത് അമർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് പരക്കാനും ബോറായിട്ട് തോന്നാനായിട്ടുള്ള ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ സൈഡ് പോർഷനിലായിട്ടുള്ളത് കവർ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബാക്ക് പോർഷനിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഗ്രീന് ബേസായിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ഏരിയയിൽ നമ്മളൊരു മരമാണ് ആദ്യം തന്നെ വരച്ചു കൊടുത്തിട്ടുള്ളത്. ആ മരത്തിൽ ഇണക്കിളികളായിട്ടുള്ള 2 കിളികളെയാണ് നമ്മൾ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കാര്യമായിട്ട് വരക്കാനൊന്നും അറിയില്ല. അപ്പോൾ നമുക്കറിയുന്ന ആ ഒരു രീതിയിൽ ഞാനിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ റഫായിട്ട് ആ ഒരു ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആദ്യമേ വരച്ച് നോക്കുക, ഒന്ന് ട്രേസ് എടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് ആ ഒരു ബ്രഷ് വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ വലിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളർ ഫില്ല് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ വരച്ചാലും വരച്ചിട്ടില്ലെങ്കിലും ഒക്കെ അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ബ്ലൂ ബേസ് ആയിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ഏരിയയിൽ നമ്മളൊരു ട്രീ തന്നെയാണ് വരച്ചെടുത്തിട്ടുള്ളത്. ആ ഒരു ട്രീയിൽ നമ്മൾ ലീഫും കാര്യങ്ങളൊന്നും വരച്ചെടുത്തിട്ടില്ല. ഒരു ഇലയൊക്കെ കൊഴിഞ്ഞു പോയ രീതിയിലുള്ള ഒരു ട്രീ ആണ് വരച്ചെടുത്തിട്ടുള്ളത്. അതിൻ്റെ മൂണിലേക്ക് പറന്നു പോകുന്ന കുറച്ച് പറവകളെയാണ് നമ്മൾ ഈ ഒരു സീനറിയിൽ വരച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പിങ്ക് കളർ ചെയ്തെടുത്തിട്ടുള്ളതിൻ്റെ ആ ഒരു ഏരിയയിൽ നമ്മൾ റോഡാണ് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ റോഡ് സൈഡിലുള്ള ആ ഒരു ഇലക്ട്രിക് പോസ്റ്റും അതിൽ നിന്നും പോകുന്ന വയറുകളൊക്കെ കറക്റ്റായിട്ട് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ നമ്മൾ സീനറി പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ സൈഡ് പോർഷനിലായിട്ടുള്ള ആ ഒരു വൈറ്റ് ഏരിയയിലൊക്കെ നമുക്ക് ബ്ലാക്ക് അക്രിലിക് കളർ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മളെ ബോട്ടിൽ കാണാനായിട്ട് കുറച്ചുകൂടി ഭംഗിയായിട്ടുണ്ടാവുക. അതുകൊണ്ട് നമ്മൾ ആ ഒരു ബ്ലാക്ക് അക്രിലിക് കളർ വെച്ചിട്ട് നല്ല രീതിയിൽ കളർ ചെയ്തെടുക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് കളർ അപ്പിയർ ചെയ്യാത്ത രീതിയിൽ തന്നെ നമ്മൾ ബ്ലാക്ക് കളർ വെച്ചിട്ട് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ അക്രിലിക് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പോർഷൻ
കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഇതുപോലെയുള്ള ബോട്ടിലിൽ പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. മോർണിംഗ് വൈബും ഈവനിങ് വൈബും നൈറ്റ് വൈബും ഒക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളെ ബോട്ടിലിൽ. അതേപോലെ തന്നെ നമ്മൾ ഓഷ്യൻ തീമിൽ ഒരു 4 ബോട്ടിൽ തീമായിട്ട് കോംബോ ആയിട്ടും ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒക്കെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കാണാൻ നമ്മളെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പെയിൻറ്റിങ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ആ ഒരു ബോട്ടിലേക്ക് സ്ലീക്ക് അടിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നമ്മളെ ഫൈനൽ റിസൾട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീണ്ടും തുടർന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, ബി സേഫ്, ടേക്ക് കെയർ.